അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ ലിറ്റിൽ നേഹൂസും കൂടെ ഷോപ്പിങ്ങിന് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട്, അത് ഷോർട്സിൽ തികയില്ല, അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇതാണ് വാങ്ങിയ സാധനം. ഇതിന് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കും. ഓക്കേ, ഫസ്റ്റ് വൺ വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേ കണ്ടില്ലേ, ബാഗ് കണ്ടോ, ഭയങ്കര പിക്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ടോയ്സ് കാര്യങ്ങളൊക്കെ തന്നെ. കണ്ട, നല്ല ക്യൂട്ട് ബാഗാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതിൻ്റെതാണ് ഇങ്ങനെ തുറന്നതിന് ശേഷം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചൊക്കെ വേണമെന്നാണ്. ഇവിടെ ഒരു സ്ട്രോ ഉണ്ട്, വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് കുടിച്ചിട്ട് ഇത് അടയ്ക്കുന്ന രീതി ഇങ്ങനെ അടച്ചിട്ട് ഇതാ ഇവിടെ ഉള്ളൊരു ക്ലിപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ ഒരു ലഞ്ച് ബോക്സ് നമ്മളിതാണ് മേടിച്ചത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അകത്തൊരു പാത്രമാണ്. നമ്മൾ കറിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കുന്ന രീതിയിലുള്ള ഒരു പാത്രം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ടവലാണ്. അത് മോക്ക് കൊടുത്തേക്കാനുണ്ട്. ഇതാ ഈ ഒരു കളർ. പിന്നെ നമ്മൾ സ്നാക്സ് കൊടുത്തു വിടണമല്ലോ. മറ്റേത് നമ്മൾ ലഞ്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. സ്നാക്സ് കൊടുത്തു. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാവരും, പിന്നെ ആറ്റിങ്ങക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിടെ പോയി തന്നെ വാങ്ങണം കേട്ടോ. ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കണ്ടില്ലേ, ഈ യൂണിക്കോണിൻ്റെ ഇതാണ്. ഇതേ മോഡൽ വരുന്നതിന് ഒരുപാട് പാത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ഈ ചിത്രത്തിലൊക്കെ വീഴുന്ന ഒരാളാണ്. അതുകൊണ്ട് കാർട്ടൂൺസൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് വീണ് പോവും. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ രണ്ട് സൈഡിലും ക്ലിപ്പുണ്ട്. ക്ലിപ്പ് ഊരിയിട്ട് നോക്കുമ്പോൾ തന്നെ രണ്ടറിയാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു സ്പൂണും ഇങ്ങനൊരു ഫോർക്കും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കേട്ടോ, ഇതിങ്ങനെ അടച്ചതിന് ശേഷം രണ്ട് സൈഡ് ഇതാ ക്ലിപ്പ് ഇട്ടിട്ട് വെക്കാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ പ്രധാനപ്പെട്ട ഘടകമാണ് ബുക്സ് വാങ്ങുക എന്നുള്ളത്. ബുക്സ് വന്നിട്ട് ഇംഗ്ലീഷിന് കണ്ടല്ലേ 4 ലൈൻ ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 4 ലൈനും വേണം, അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ ലൈൻ ബുക്കും വേണം. പിന്നെ മാത്സ് എഴുതാനാണ് ഇങ്ങനെ ഒരു സ്ക്വയർ ബുക്ക്. അതിന് സ്ക്വയർ ബുക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ EVSന് ഒരു സിംഗിൾ ലൈനാണ് പറഞ്ഞിരിക്കുന്നത്, അത് വാങ്ങി. എല്ലാത്തിനും സിംഗിൾ ലൈൻ വേണം കേട്ടോ. പിന്നെ മലയാളത്തിനും ഒക്കെ. പിന്നെ മലയാളത്തിന് സിംഗിൾ ലൈൻ കൂടാതെ 2 ലൈൻ. അപ്പം നമ്മളൊക്കെ ഇതിനെ എഴുതി പഠിക്കുന്നതൊക്കെയാണ് ഇതിന് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ വന്നിട്ട് ഒരു ലൈൻസ് ഒന്നും ഇടാത്തൊരു ബുക്ക്, അത് മേടിച്ചു. പിന്നെ നമ്മളെല്ലാം വാങ്ങിച്ചത് ക്ലാസ്മേറ്റിൻ്റെ ബുക്കുകളാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ടോട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ 6 ബുക്ക് എടുത്തു. അതായത് ഇത് 3 ബുക്ക് എടുക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ എന്നുള്ള രീതിയിലുള്ള ഓഫറായിരുന്നു. അപ്പം നമ്മൾ 6 ബുക്ക് പർച്ചേസ് ചെയ്തപ്പോൾ 2 ബുക്ക് ഫ്രീ. അങ്ങനെ ആ 2 ബുക്കിൽ നമ്മൾ സിംഗിൾ ലൈനാണ് കേട്ടോ എടുത്തത്, ഒറ്റ വരെയുള്ള ബുക്ക്. അപ്പോൾ അതെടുത്തു. പിന്നെ പെൻസിലിട്ട് വയ്ക്കാൻ പെൻസിൽ പൗച്ച് ഉണ്ടല്ലോ, പെൻസിൽ പൗച്ച് അത് തുടങ്ങി വയ്ക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കളയാം കേട്ടോ. കണ്ടോ, ഇതെന്ത് ഹീമേനല്ലേ, ഇതെന്ത് മേനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ ചിത്രം കണ്ടിട്ടാണ് വാങ്ങുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പെൻസിൽ വന്നിട്ട് നമ്മൾ 2 തരത്തിൽ വാങ്ങിച്ചു കേട്ടോ. 2 സെറ്റ് അപ്സരയുടെ പെൻസിലാണ് വാങ്ങിച്ചത്. പിന്നെ ഡോംസിൻ്റെ ഒരു പെൻസിൽ, ഇത്ര സെറ്റ് പെൻസിലാണ് വാങ്ങിച്ചത്. പിന്നെ റബ്ബർ കട്ട. ഇതെൻ്റെ മോള് തന്നെ പോയി എടുത്തതാണ് കേട്ടോ. ഡോംസിൻ്റെ സിംഗിളായിട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ വാശി പിടിച്ചെടുത്ത ഒരു റൈസറുണ്ട്.
പിന്നെ വന്നിട്ട് പിന്നെ ടീച്ചർ പ്രത്യേകം പറഞ്ഞതാണ് സ്കെച്ച് പെന്ന്, പെൻസിൽ കളറ്, വാട്ടർ കളർ ഇത് ഉപയോഗിച്ചുകൂടാ, ക്രയോൺസ് തന്നെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ക്രയോൺസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്, അതും ഡോംസിൻ്റെ. പിന്നെ നമ്മൾ ഒട്ടിക്കാനായിട്ട് നെയിം സ്റ്റിക്കർ വേണമല്ലോ, കണ്ടോ ഒരുപാട് കുറേ മറ്റേ സ്പൈഡർമാനൊക്കെ ഉണ്ട്, സ്പൈഡർമാനുണ്ട്, പിന്നെ കുറേ സംഗതികൾ, കുറേ കാർട്ടൂൺ, ബെൻടെൻ ഉണ്ട്. ഇതിൽ എനിക്ക് പരിചയമുള്ള സ്പൈഡർമാനും ബെൻടെനും മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ചിത്രം കണ്ടിട്ടെടുത്താണ്. പിന്നെ പിന്നെ ബുക്ക് പൊതിയാനുള്ള പേപ്പറാണ് കേട്ടോ. ഇത് മറ്റേ നമ്മൾ ഇതല്ല, ഫുൾ പേപ്പർ നമ്മളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫുൾ പേപ്പറല്ലേ നമ്മളെ കൊണ്ടുപോയില്ല. അപ്പോൾ അതല്ല, ഒരു പിരിപിരിയായിരിക്കുന്നത് മറ്റേ വെള്ളം നനയാത്തൊരു കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ അനിയത്തി ആണ് എടുത്തിട്ടുള്ളത്, അവളുടെ സെലക്ഷൻ ആയിരുന്നു ഇതെല്ലാം. പക്ഷെ കൊള്ളാം, അവൾ പറഞ്ഞ് പല പല കളർ, ഞാൻ ഒരു കളറാണ് എടുത്തത്, അവൾ പറഞ്ഞ് പല പല കളർ എടുക്കാമെന്ന്. അങ്ങനെ അവളുടെ ചോയ്സിന് വിട്ടു കൊടുത്തതാണ്. പിന്നെ നമ്മൾ മേടിച്ചത് സ്റ്റാപ്ലറാണ് കേട്ടോ. സ്റ്റാപ്ലർ ബുക്കൊക്കെ ബൈൻഡ് ചെയ്തിട്ട് സ്റ്റാപ്ലർ അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാപ്ലറിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ അവിടെ. അപ്പം സ്റ്റാപ്ലർ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സെറ്റ് പിന്നെടുത്ത് ഒരു സെറ്റ് പിന്നും സ്റ്റാപ്ലർ എടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ആ ഓഫറിൽ വാങ്ങിച്ചാണ് കണ്ട രണ്ടെണ്ണം. പിന്നെ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു റെയിൻ കോട്ടാണ് കണ്ടോ. ഇങ്ങനെ പ്ലെയിൻ, വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള റെയിൻ കോട്ട്. പിന്നെ ഒരു ഗം മേടിച്ചു. ഗം സത്യം പറഞ്ഞാൽ രണ്ടെണ്ണമാണ് മേടിച്ചത്, ഒരു ഗ്രീനും ഒരു ബ്ലൂ മാത്രമേ എൻ്റെ കൈ കിട്ടിയുള്ളൂ. ഗ്രീൻ എൻ്റെ മോള് തൂക്കി, അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഇത് ഒന്നും ഞാൻ കാണിച്ചിട്ടേക്കില്ല, കാരണം കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. പിന്നെ നമ്മൾ നേരത്തെ ക്രയോൺസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഒരു ചെറിയ ക്രയോൺസ്, അത് ഇച്ചിരി കൂടെ വലുതാണ്. അല്ല ഇത് നമ്മൾ സാധാരണ നമ്മൾ ക്രയോൺസില്ലേ അതേ കണക്കാണ് ഇത് വരുന്നത്. മറ്റേത് കുറച്ചുകൂടെ ഒരു നീട്ട കൂടുതലുള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇതാണ് ഇങ്ങനെ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേന, ഒരു പെൻസിൽ, ഒരു റബ്ബർ, ഒരു സ്കെയിൽ. മെയിനായിട്ടും സ്കെയിലാണ് നോക്കിപ്പോയത്. അപ്പം സ്കെയിൽ നോക്കി നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് ഇരിക്കുന്നുണ്ട്, പിന്നെ അതങ്ങ് വാങ്ങിച്ചു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ മായ്ക്ക റബ്ബർ, ഇങ്ങനെ തുറന്നിട്ട് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ബോക്സ് ഉള്ളു. എന്നിട്ട് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കും. 2 ദിവസത്തേക്കേ ഉള്ളെങ്കിലും ഇപ്പോഴെങ്കിലും കാണിക്കാം. പിന്നെ നമ്മൾ വാങ്ങിയത് സെല്ലോ ടാപ്പാണ്, ബുക്കൊക്കെ ഒട്ടിക്കാനും എൻ്റെ ബൈൻഡൊക്കെ ഒട്ടിക്കാനും ഉള്ള കാരണം. എന്തോ തറ വീണു. തറ വീണത് വേറെ ഒന്നുമല്ല, ബോക്സിന് തന്നെ രണ്ട് ബ്ലൂ മാർക്കറാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ സ്കൂളിലത്തേക്ക് നമ്മുടെ നേഹൂസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്. ഓക്കെ, ബൈ, താങ്ക് യു.